ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു കറി വെക്കുവാണ്. കറി വെച്ച് കഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ നെത്തോലിയും ഈ പച്ചക്കായും ഒക്കെ ഇട്ടുള്ളൊരു കറി. പിന്നെ ഇത് കറിയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത്, മീൻ കറി കേട്ടോ. ഇത് നമ്മുടെ പച്ചക്കായും നെത്തോലിയും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് നെത്തോലി കറിക്കകത്ത് ഇങ്ങനെ പച്ചക്കായൊക്കെ ഇട്ടിട്ട്. ഇവിടെ കുറച്ച് 3-4 ദിവസം കൊണ്ട് നല്ല മഴയാണ്. അപ്പം മഴയാകുമ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ പാടും. നമ്മുടെ സാമ്പാറെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സാമ്പാർ കേട്ടോ. കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളായിരുന്നു, അതൊക്കെ വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ്. ഇന്നിപ്പോൾ രാവിലെ ഇഡ്ഡലിയായിരുന്നു. ഇഡ്ഡലിക്ക് എടുത്തതിൻ്റെ ബാക്കിയാണ് സാമ്പാർ. ചോറ്, നമ്മൾ ആവി പറക്കുന്ന ചോറ് വെച്ചാൽ റേഷനരിയാണ് കേട്ടോ, റേഷൻ കടയിൽ. അപ്പം ഇന്നതാണ്ട് ഒരാൾ ഇവിടെ പാത്രം കഴുകുന്നു, ഒരാൾ ഇവിടെ ഒതുക്കി പറക്കുന്നു. ഒതുക്കലൊക്കെ നമ്മൾ അടുക്കള കണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഇത്രയും സൗകര്യവും ഉള്ളു ഈ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതേ. പിന്നെ ഇവിടെ തന്നെയാണ് കണ്ട വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്, ഫ്രിഡ്ജ്, ഇത്ര സംഭവമുള്ളൂ. ഇവിടെ അതാ തുണി വേറെ മഴയായതുകൊണ്ട് അവിടെ കൊണ്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് വേറെ സ്ഥലമില്ല ഇടാൻ. അപ്പം വാടക വീടാണ് കേട്ടോ. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് കിടക്കണം, നമ്മൾ അടുക്കള. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതോടെ ഞങ്ങൾക്കൊരു സഹായമാണ്. പിന്നെ നമ്മൾ തേങ്ങ തിരുകുവാണ്. ഇത് നമുക്ക് ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ തിരുകുവാണ്. പിന്നെ പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നമ്മളടുത്തൊരു ചെറിയൊരു കുക്കറിലോട്ട് ഇട്ടു. പിന്നെ നമ്മൾ അതിനകത്തൊരു കുറച്ച് വെള്ളം, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി കൂടിപ്പോയി, പക്ഷെ അത്ര ഒഴിക്കണ്ട കേട്ടോ. ഒരു ചെറിയൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, ചെറിയ ഗ്ലാസ്. കാരണം അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇച്ചിരി ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിയുണ്ട്. അത്രയും വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് കുറേ വെള്ളം കാണും. പിന്നെ ഒരു പച്ചമുളക് ഇട്ട്, വലിയൊരു പച്ചമുളക്, ഒരു സവാള ഇട്ട് കേട്ടോ. ചിലവർ ഇതിനകത്ത് ഉള്ളിയൊന്നും ഇടാറില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ലതാണ്, ഒന്ന് വെച്ച് നോക്കി നോക്കെ. എല്ലാവരും ട്രൈ ചെയ്യ്. പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ നമ്മൾ ഇടാവുന്നത് ഒരു ശർക്കര ഇടും കേട്ടോ, ഒരു പീസ് ശർക്കര. എന്നിട്ട് ഇത്രയും 4 ഐറ്റവും കൂടി വെച്ചിട്ട് നമ്മൾ ആ ശർക്കരയാണ് നമ്മൾ അത് പിന്നെ അടച്ച് വെച്ച് ഒരു വിസിലടുപ്പിക്കും. അടുപ്പി വെച്ച് അല്ലാതെ വേവിച്ചാലും മതി. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ലാഭിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിൽ വെച്ച് ഇതാക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തു, കുറച്ച് ജീരകവും, പിന്നെ പിന്നെ ഞാൻ എന്തുമായിരുന്നു ഇട്ടത്, കടുക് ഇട്ട് കേട്ടോ. ഇത്തിരി കടുക്, ശകലം കടുകും ജീരകവും കൂടി ഇട്ട്. നമ്മളൊന്നും വേറൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തത്. ഇത് രണ്ടും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം അങ്ങനെ അരച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ മിക്സ് ജാറ് വേണം കേട്ടോ. നമുക്ക് ഇത് നല്ല വെള്ളം വറ്റിക്കണം. അതിനകത്ത് തുറന്നപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. നിങ്ങൾ വെള്ളം വെക്കുമ്പോൾ കുറച്ച് വെച്ചാൽ മതി, വെക്കണമെന്ന് പോലും ഇല്ല. ശരിക്കും ഒരു തുള്ളി വെള്ളം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വേവിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ വെള്ളം വറ്റി വരാൻ കുറച്ച് സമയം എടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വറ്റി ഈ സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം വറ്റി വന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സിക്കകത്തിട്ടിട്ട് ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ചൂടാറിയതിന് ശേഷം കേട്ടോ.
കുറച്ച് നേരം വെള്ളത്തിലിറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തുവാണ്. ആ തേങ്ങ അരച്ച ആ മിക്സ് ജാറ് തന്നെ കഴുകിയൊന്നുമില്ല, അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഇങ്ങനെ അരച്ചെടുത്ത് പിന്നെ നമ്മൾ കണ്ടോ അതേ വേവിച്ച അതേ ആ ഇത് തന്നെ പാത്രം തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് കുക്കർ തന്നെ വെച്ചിട്ട് അതിനകത്ത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഇച്ചിരി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കളറ് കുറവായിട്ട് തോന്നി. പൈനാപ്പിളിനകത്ത് വേറെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഞാനൊരു ഇത്തിരി അല്ലാതെ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നേ. അത് ഞാൻ ഈ തൈര് അതും ഒന്ന് അരച്ചു. പക്ഷെ ശരിക്കും ഈ തൈര് നല്ല കട്ട തൈരായിരുന്നു. അതൊന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തങ്ങ് ഒഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാനിത് എന്ത് ചെയ്തെന്നറിയോ, ഒന്ന് അരച്ചപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലൂസായിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ ആ അരപ്പാണ്. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നോക്കിയപ്പോൾ കളറില്ല. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ആദ്യം അരപ്പൊഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം എന്നാൽ കളറില്ല. പൈനാപ്പിൾ പച്ചടി കുറച്ചും കൂടെ ഒരു മഞ്ഞ കളർ ഇരിക്കണം, അതാണ് എനിക്ക് ഇഷ്ടം. ഇവിടുത്തെയൊക്കെ സദ്യയിലൊക്കെ ഈ ഒരു പച്ചടി ഉണ്ടാവും പൈനാപ്പിളിൻ്റെ, നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പോൾ ശരിക്കും നമ്മൾ ആ കളർ വന്നു. പിന്നെ ഇത് നമ്മൾ ആ മിക്സിക്കകത്ത് തൈര് അരച്ചപ്പോൾ വെള്ളമായിപ്പോയി. ശരിക്കത് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ ഇതങ്ങ് കുറുകി വരും. നമ്മൾ ഈ പൈനാപ്പിൾ പച്ചടി എല്ലാം കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ വെള്ളമായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മളത് കുറച്ച് നേരം അടച്ച് വെച്ചേക്കുമ്പോൾ നന്നായി വരും കേട്ടോ. അപ്പോൾ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ കഴിച്ച് ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ എടുത്ത് അപ്പം തന്നെ കഴിഞ്ഞു. പിന്നെ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പിട്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇറക്കി വെച്ച് നമ്മൾ കടുക് ഇങ്ങനെ വറുക്കാൻ വേണ്ടി പോവുകയാണ്. കടുക് വറുത്ത് ഇവിടെ അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചടിയുടെ ഇത് കഴിഞ്ഞു. പിന്നെ അതിനകത്തൊരു ഇത്തിരി മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. ഉണക്ക മുളക് എൻ്റെ കയ്യിലില്ല, ഞാൻ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ മുളക് മേടിക്കാൻ മറന്നു പോകും. ഇനിയിപ്പം പൊടിക്കാൻ വേണ്ടിയുള്ള മുളക് മേടിക്കുമ്പോഴേ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റാനേ പറ്റൂ, കാരണം മറന്നു പോകും. എപ്പോഴും മറവിയാണ് ഭയങ്കര. അപ്പോൾ ഇപ്പം കടുകിട്ടു, അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുളക് പൊടി ഇടുന്നത് നല്ല ഫ്ലേവറാണ് കേട്ടോ. മുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് ഒഴിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടോ. എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്, കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. പൈനാപ്പിളും കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും കാണുമല്ലോ വീട്ടിൽ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇത് നമ്മൾ അതിൻ്റെ കൂടെ ചമ്മന്തിയും തേങ്ങാ ചമ്മന്തി, അതിനകത്ത് കുറച്ച് ഒരു മുളകിട്ട് ഉള്ളിയിട്ട് കുറച്ച് പുളിയിട്ട് മുളക് പൊടിയിട്ട് നല്ല ചമ്മന്തി കേട്ടോ. അതെല്ലാവർക്കും അറിയാം ചമ്മന്തി ഉണ്ടാക്കാൻ, എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും നാളിട്ട് ചമ്മന്തി അരച്ച് നല്ല ടേസ്റ്റായിരുന്നു. ചോറ് ആവിയേറ്റി വെച്ചിട്ട് കുക്കറിനകത്ത്. പിന്നെ വേണ്ട കോവയ്ക്ക മെഴുക്ക് വരട്ടി, മുട്ട വറുത്തത്. അപ്പം അതൊക്കെ തന്നെയാണ്. മീൻ കറി കേട്ടോ, അത് ഇന്നലത്തെ മീൻ കറിയാണ്. നമ്മൾ മീൻ കറിയൊന്നും വെച്ചില്ല. അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ്. ഭക്ഷണം റെഡിയായി. നമ്മുടെ ചമ്മന്തി താണ്ടേ എല്ലാം ആയി. അസ്സലാമു അലൈക്കും.